രണ്ട് വിമാനങ്ങൾക്ക് നൽകിയത് ഒരേ നമ്പർ. ആകാശത്ത് കൂട്ടിയിടി സാഹചര്യം. എയർ ട്രാഫിക് കൺട്രോളറുടെ ഇടപെടൽ നിർണായകമായി. തലനാരിഴയ്ക്ക് ഒഴിവായത് വൻ അപകടം. അമേരിക്കൻ എയർലൈൻസിൻ്റെ ഒരേ ഫ്ലൈറ്റ് നമ്പറുള്ള രണ്ട് വിമാനങ്ങൾ ഒരേ സമയം ഒരേ ആകാശപാതയിൽ നേർക്കുനേർ വന്നതോടെ ഉണ്ടായേക്കാമായിരുന്ന വൻ ദുരന്തം ഒഴിവാക്കി എയർ ട്രാഫിക് കൺട്രോളർ. ഫിനിക്സ് വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളറുടെ സമയോചിതമായ ഇടപെടലും മികവുമാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. അമേരിക്കയിലെ അരിസോണയിലെ ഫീനിക്സ് സ്കൈ ഹാർബർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് വിമാനങ്ങൾ അപകടകരമായ രീതിയിൽ നേർക്കുനേർ അടുത്ത് എത്തിയത്. വെള്ളിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമായിരുന്നു സംഭവം ഉണ്ടായത്. ചിക്കാഗോയിൽ നിന്നും ഫീനിക്സിലേക്ക് ലാൻഡ് ചെയ്യാനെത്തിയ വിമാനത്തിനും അതേസമയം തന്നെ ഫീനിക്സിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനത്തിനും ഒരേ ഫ്ലൈറ്റ് നമ്പറായ അമേരിക്കൻ 2482 ആണ് നൽകിയിരുന്നത്. മോശം കാലാവസ്ഥ മൂലം ഫീനിക്സിൽ നിന്ന് പുറപ്പെടേണ്ട വിമാനം വൈകിയിരുന്നു. അതിനാൽ യാത്രക്കാർക്ക് അസൗകര്യമുണ്ടാകുന്നത് ഒഴിവാക്കുന്നതിനു വേണ്ടി മറ്റൊരു വിമാനം കമ്പനി ഏർപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ വൈകിയ വിമാനത്തിനും പുതിയതായി പുറപ്പെടാൻ സജ്ജമാക്കിയ വിമാനത്തിനും നൽകിയത് ഒരേ നമ്പർ തന്നെയായിരുന്നു. എയർലൈനിൻ്റെ നിയന്ത്രണ വിഭാഗത്തിന് സംഭവിച്ച പിഴവായിരുന്നു നമ്പർ നൽകലിലെ ഇരട്ടിപ്പിന് കാരണം ആയി ഉണ്ടായത്. ഒരേ ഫ്ലൈറ്റ് നമ്പറും ഒരേ റേഡിയോ ഫ്രീക്വൻസിയും ഉപയോഗിച്ച് രണ്ട് വിമാനങ്ങൾ ഒരേ സമയം ഒരേ ആകാശപരിധിയിൽ പറന്നതോടെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പമാണ് ഉണ്ടായത്. വിമാനങ്ങളുടെയും സഞ്ചാരപാതകൾ പരസ്പരം കൂട്ടുമുട്ടുന്ന രീതിയിലായിരുന്നു. കൺട്രോളർ നൽകുന്ന നിർദ്ദേശങ്ങൾ തങ്ങൾ കാണുന്ന തെറ്റിദ്ധരിച്ച് രണ്ട് പൈലറ്റുമാരും ഒരേപോലെ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതോടെ വിമാനങ്ങൾ കൂട്ടിയിടിക്ക് സമാനമായ സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ വളരെയധികം പരിചയസമ്പന്നനായ എയർ ട്രാഫിക് കൺട്രോളർ അപകട സാധ്യത തിരിച്ചറിഞ്ഞു. രണ്ട് വിമാനങ്ങളെയും വ്യത്യസ്ത രീതിയിൽ വിളിച്ചാണ് പ്രതിസന്ധി അദ്ദേഹം മറികടന്നത്. ലാൻഡ് ചെയ്യാൻ വരുന്ന വിമാനത്തെ അമേരിക്കൻ 2482 അറൈവൽ എന്നും ടേക്ക് ഓഫ് ചെയ്ത വിമാനത്തെ അമേരിക്കൻ 2482 ഡിപ്പാർച്ചർ എന്നും ATC വിളിച്ച് വിമാനങ്ങൾ തമ്മിൽ ആവശ്യമായ അകലം ഉറപ്പാക്കുകയായിരുന്നു ചെയ്തത്. ലാൻഡ് ചെയ്യാനെത്തിയ വിമാനത്തെ കൃത്യമായ സുരക്ഷിത ഉയരത്തിൽ നിലനിർത്തുകയും ടേക്ക് ഓഫ് ചെയ്ത വിമാനത്തോട് കൂടുതൽ ഉയരത്തിലേക്ക് പറക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. 25 വർഷത്തെ സർവീസിനിടയിൽ ഒരേ ഫ്ലൈറ്റ് നമ്പറുമായി രണ്ട് വിമാനങ്ങൾ ആകാശത്ത് ഒരേ സമയം എത്തുന്നത് ഞാൻ ആദ്യമായാണ് കാണുന്നത്. വലിയൊരു ദുരന്തം ഒഴിവായതിൽ സന്തോഷമുണ്ട്. അപകടം ഒഴിവാക്കിയ കൺട്രോളർ പിന്നീട് വ്യക്തമാക്കി. വിമാനങ്ങൾ അപകടകരമല്ലാത്ത അകലത്തിൽ പരസ്പരം കടന്നുപോയതോടെ ലാൻഡ് ചെയ്ത വിമാനത്തിലെ പൈലറ്റും കൺട്രോളർക്ക് നന്ദി അറിയിച്ചു. ഒരേ ഫ്ലൈറ്റ് നമ്പറിൽ രണ്ട് വിമാനങ്ങൾ ഒരേ സമയം സർവീസ് നടത്തുന്നത് കണ്ടെത്താൻ എയർലൈനിൻ്റെ സിസ്റ്റത്തിന് കഴിയാതെ പോയതാണ് സംഭവത്തിന് കാരണമെന്നാണ് വ്യോമയാന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും അമേരിക്കൻ എയർലൈൻസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു മാസം മുൻപ് മുംബൈ വിമാനത്താവളത്തിൽ ഒരേ റൺവേയിൽ രണ്ട് വിമാനങ്ങൾ നേർക്കുനേർ എത്തിയ സംഭവവും ഉണ്ടായി. റൺവേയിൽ ലാൻഡ് ചെയ്ത എയർ ഇന്ത്യ വിമാനം മാറിപ്പോകുന്നതിന് മുമ്പ് തന്നെ അതേ റൺവേയിലേക്ക് മറ്റൊരു എയർ ഇന്ത്യ വിമാനം എത്തിയതാണ് അന്ന് പരിഭ്രാന്തി പരത്താൻ ഇടയാക്കിയത്. മുംബൈ ഡൽഹി സിലിഗുരി മുംബൈ വിമാനങ്ങളാണ് നേർക്കുനേർ എത്തിയത്. ATCയുടെ സംയോജിതമായ ഇടപെടൽ മൂലം ഡൽഹി വിമാനം ടേക്ക് ഓഫ് പെട്ടെന്ന് നിർത്തിവെച്ചു ബേയിലേക്ക് തിരികെ മടങ്ങി. വൻ ദുരന്തവും വലിയ രീതിയിലുള്ള വിമാന അപകടവുമാണ് ഇതുവഴി ഒഴിവായത്.